വചനം തിരുവചനം. പ്രിയ സഹോദരങ്ങളെ, വചനാടിസ്ഥിത കുടുംബം എന്ന പ്രഭാഷണ പരമ്പരയിലെ മൂന്നാമത്തെ പ്രഭാഷണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണെന്നും എന്നാൽ അത് നിയന്ത്രിതമായില്ല എങ്കിൽ പാപമായി തീരും എന്നും നാം പറയുകയുണ്ടായി. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അവകാശം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അവകാശം. ഇരുവരും ഒരുമിച്ച് തീരുമാനിക്കുന്നത് പോലെ കുറച്ചു കാലത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മാത്രം പിരിഞ്ഞിരുന്നാൽ തന്നെയും വേഗത്തിൽ ഒന്നിച്ച് വരണം എന്ന് പൗലോസ്ലീഹ വളരെ കർക്കശമായി പറയുന്ന ഭാഗം നാം പരിശോധിക്കുകയുണ്ടായി. അതുകൊണ്ട് ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ വിവാഹത്തിന് മുൻപും വിവാഹത്തിന് പുറത്തുമുള്ള ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാണ് എന്ന് നാം വിശദീകരിച്ചപ്പോൾ ഇന്നത്തെ സംസ്കാരത്തിൻ്റെ വേലിയേറ്റത്തിലൂടെ ഈ വലിയ സത്യത്തെ നിഷേധിക്കുന്ന സംസ്കാരം കുടുംബങ്ങളെ ആക്രമിക്കുന്നു എന്നെടുത്ത് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിവാഹത്തിനു മുൻപ് വളർന്നു വരുന്ന ഇളം തലമുറയ്ക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാൻ മാതാപിതാക്കൾക്കും അജപാലകർക്കും കടമയുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇളം തലമുറയിൽ ലൈംഗികതയുടെ ആധ്യാത്മികതയെക്കുറിച്ച്, ലൈംഗികതയുടെ ധാർമ്മികതയെക്കുറിച്ച് ശരിയായ ബോധനം നൽകേണ്ടതാണ്. ലൈംഗികതയുടെ ശാരീരിക വശത്തെക്കുറിച്ച് ആവശ്യത്തിലധികം അറിവ് അവർക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാൽ നീലചിത്രങ്ങളുടെയും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെയും ചാറ്റിങ്ങുകളുടെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ട് ദൈവം നൽകിയ ഈ മഹത്തായ ദാനം അത് വികലമാക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്നതാണ് കുടുംബത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഇന്ന് എന്ന് തിരിച്ചറിയുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതുപോലെ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രകൃതങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. ഇരുമ്പും കാന്തവും പോലെ ആകർഷകവുമാണ്. എന്നാൽ വ്യത്യസ്തങ്ങളാണ് ഈ പ്രകൃതങ്ങളുടെ ആഭിമുഖ്യങ്ങൾ. പുരുഷൻ സ്വാഭാവികമായി പോളിഗമിക് എന്ന് പറയാവുന്ന പ്രകൃതം, അതുകൊണ്ടാണല്ലോ ബഹുഭാര്യാത്വം നിലവിൽ വന്നത്. എന്നാൽ ബഹുഭർത്തൃത്വം നിലവിൽ വന്നില്ല, കാരണം സ്ത്രീ മോണോഗമിക്കാണ്. അതുകൊണ്ട് തന്നെ ഇളം പ്രായത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പുരുഷനിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം സ്ത്രീയിൽ ഇളക്കം തട്ടിക്കുകയും പ്രതികരണം എന്നോണം സർവ്വതും സമർപ്പിക്കുന്നതിന് അവൾ തയ്യാറാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം സംജാതമാകും. എന്നാൽ പുരുഷപ്രകൃതി വ്യത്യസ്തമാകിയാൽ പലരോട് ഇപ്രകാരം പറയും എന്നൊരു പക്ഷേ സ്ത്രീ അറിയാനിടയില്ല. തൽഫലമായി കെണികളിൽ ചെന്ന് ചാടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ടീനേജേഴ്സിന് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നൽകേണ്ടതാണ്. വിശേഷ വിധിയായി പെൺകുട്ടികൾക്കും നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വീട്ടിൽ കുറേയേറെ അച്ചടക്കത്തോടു കൂടി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അടിച്ചിരുത്തിയാണ് വളർത്തിയിരുന്നത് പെൺകുട്ടികളെയെങ്കിൽ പുതിയ സംസ്കാരത്തിൽ സർവ്വവിലക്കുകളും ലംഘിച്ച് സ്വതന്ത്രമായി വ്യാപരിക്കുന്ന ഒരു നിലയിലേക്ക് പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട്. അതിലൊരുപാട് നല്ല വശമുണ്ട്. പക്ഷേ അപകടമുണ്ടാകാവുന്ന വശത്തെക്കുറിച്ച് മാതാപിതാക്കൾ ധാരണ നൽകേണ്ടതാണ്. വിവാഹത്തിനു മുമ്പ് ഒരു വ്യക്തിയോടുള്ള അടുപ്പം
പെൺകുട്ടിയുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കാനിടയുണ്ടെന്നും വിവാഹശേഷവും ആ ബന്ധം തുടർന്നാൽ അത് കുടുംബ തകർച്ച കാരണമാകുമെന്നും അനുഭവസഹിതം വിശദീകരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ലൈംഗികത അതിൽ തന്നെ നന്മയാണ്, ദാനമാണ്. എന്നാൽ വിവാഹത്തിൻ്റെ ഉള്ളിൽ തന്നെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മനോഭാവമില്ലാതെയുള്ള ലൈംഗിക പ്രവൃത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ റേപ്പ് ഇൻ മാരേജ്, വിവാഹത്തിലെ ബലാത്സംഗമാണ്. ഈ ഒരു കാര്യത്തെ പറഞ്ഞു വെച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, എല്ലാവരും എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം, എങ്കിൽ എല്ലാവർക്കും ഒരേ ദാനമല്ല നൽകിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് ഈ പറഞ്ഞത്. അതായത് സഭയിൽ ബ്രഹ്മചര്യത്തിൻ്റെയും കന്യകാത്വത്തിൻ്റെയും ദാനമുണ്ട്. അവിവാഹിതയും കന്യകയുമായവൾ കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതയായിരിക്കുന്നു. വിവാഹിതയായവൾ ഭർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി ഭർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതയായിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം സഭയിൽ ഉണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ദൈവവിളികൾ, കന്യകാത്വത്തിലേക്കുള്ള സന്യാസത്തിലേക്കുള്ള വിളികൾ കുറഞ്ഞു പോകുന്നു എന്ന പരാതിക്ക് അടിസ്ഥാനമില്ല. അത് ദൈവവിളി കുറഞ്ഞതല്ല, കുടുംബത്തിൻ്റെ ആത്മീയത അത് തളർന്നതാണ്. കുടുംബത്തിൻ്റെ ആത്മീയതയിൽ ഭൗതിക തിമിരം ബാധിക്കുമ്പോഴാണ് കന്യകാത്വത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ദാനം ഒരുപക്ഷെ മറയപ്പെടുന്നത്, തമസ്കരിക്കപ്പെടുന്നത്. ഇത് കുടുംബങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആത്മീയത ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിലനില്ല എങ്കിൽ തകർച്ച അനിവാര്യമാണ്. സമൂഹമധ്യത്തിൽ കന്യകയും ബ്രഹ്മചാരിയും ഇല്ല എങ്കിൽ കുടുംബ ബന്ധങ്ങൾ പോലും നേരെ ചൊവ്വെ പോവുകയില്ല എന്ന് കേൾക്കുമ്പോൾ അത് പരസ്പര വിരുദ്ധമായി തോന്നാം. എന്നാൽ ജീവിതത്തിൽ ഭൗതിക അതീതമായ മാനം കൈക്കൊള്ളുന്ന ദമ്പതികൾക്ക് മാത്രമേ ലൈംഗികതയുടെ കാര്യത്തിലും തൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം കരുതൽ, പരസ്പരം ദാനം ചെയ്യൽ, തന്നേക്കാൾ മറ്റേ ആളിൻ്റെ സുഖവും സംതൃപ്തി അന്വേഷിക്കൽ, ഇതൊക്കെ നടക്കണമെങ്കിൽ ആത്മീയത കൂടിയേ തീരും. ഈ ആത്മീയതയ്ക്ക് മരണാനന്തര ജീവിതത്തോടെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സന്യാസിയും സന്യാസിനിയും ബ്രഹ്മചാരിയും സമൂഹമധ്യത്തിൽ ഈ മരണാനന്തര ജീവിതത്തിൻ്റെ കൂടി അടയാളമായി ഭൂമിയിൽ കാണപ്പെടുക. സഭയ്ക്ക് അർപ്പിക്കപ്പെട്ടു, പ്രേഷിതത്വത്തിന് സമർപ്പിക്കപ്പെട്ടു എന്നതോടൊപ്പം തന്നെ മനുഷ്യജീവിതത്തിൻ്റെ തുടർച്ച അത് മരണാനന്തര ജീവിതത്തിൽ നിലനിൽക്കും എന്നതിനെ സംബന്ധിച്ച് ബോധ്യം നൽകുന്ന അടയാളം കൂടിയാണ് കന്യകാത്വവും ബ്രഹ്മചര്യവും. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ശരി, സഭയിൽ 5 ലക്ഷത്തോളം ബ്രഹ്മചാരികളായ വൈദികർ ശുശ്രൂഷ ചെയ്യും. അവിടെയും ഇവിടെയുമൊക്കെ ചെറിയ ചെറിയ പതർച്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് വെറും നിസ്സാരം മാത്രമാണ്. സഭയുടെ സൗന്ദര്യം സഭയുടെ ബ്രഹ്മചാരിയുടെയും കന്യകയുടെയും സാന്നിധ്യമാണ് എന്നതറിയാത്തവർ ആരുമില്ല. ഒരുപക്ഷേ ശത്രുക്കളായിരിക്കാൻ കൂടുതൽ അതിൻ്റെ വില മനസ്സിലാക്കുക. അതുകൊണ്ടുണ്ടാകുന്ന സ്വാധീനത്തിൽ നിന്ന് ജനത്തെ മാറ്റി നിർത്തിയാൽ തങ്ങളുടെ പാട്ടിലാക്കാൻ എളുപ്പം കഴിയും എന്ന് വിചാരിക്കുന്ന ശക്തികളും പ്രവർത്തന നിരതമാണ്. അപ്പം ലൈംഗികത പാപമല്ല. പിന്നെ എന്താണ് ആ ആദിമ കുടുംബമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആദത്തിൻ്റെയും ഹവ്വായിയുടെയും കുടുംബത്തിൽ സംഭവിച്ചതെന്നാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം. എന്താണ് അവിടുത്തെ പാപം? വളരെ വ്യക്തമായി പറയട്ടെ, അവിടെ ഒന്നിൻ്റെയും കുറവില്ലായിരുന്നു. എന്താണ് കുറവില്ലാതിരിക്കാൻ കാരണം? സ്നേഹമുള്ള അപ്പൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്നത് അവർക്ക് ഹൃദ്യമായിരുന്നു. നമ്മുടെ നല്ല കുടുംബങ്ങളിലും അത് തന്നെയല്ലേ? സ്നേഹിക്കുന്ന അപ്പൻ കടന്നു വരുമ്പം കുഞ്ഞുങ്ങൾ മനസ്സുണരില്ലേ? ചാച്ചാ ചാച്ചാ എന്ന് വിളിച്ച് ഓടി വരികില്ലേ? സ്നേഹിക്കുന്ന അപ്പൻ്റെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് മുഴുവൻ സുരക്ഷിതത്വമല്ലേ ഉണ്ടാകുന്നത്? ഭയം മാറുകയല്ലേ? ഹൃദയം നിറയുകയല്ലേ? ഒന്നിൻ്റെയും കുറവ് അനുഭവപ്പെടുകയില്ല.
ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ എന്തു തന്നെ കുറഞ്ഞാലും ശരി കുറവായിട്ട് അനുഭവപ്പെടുകയില്ല. എന്നാൽ സ്നേഹിക്കുന്ന അപ്പൻ്റെ അഭാവം വന്നാലോ ഭൗതികമായിട്ട് എന്തു കൊടുത്താലും പൂർണ്ണമാവുകയില്ല. അതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പിതൃസാന്നിധ്യമില്ലാതെ വരുമ്പോൾ, മാതൃസാന്നിധ്യമില്ലാതെ വരുമ്പോൾ മറ്റെന്ത് ഭൗതിക വസ്തു സമ്മാനമായിട്ട് നൽകിയാലും അത് പൂർണ്ണമാവുകയില്ല. വണ്ടി അപകടത്തിൽ മാതാപിതാക്കൾ മരിച്ചുപോയ കുഞ്ഞിൻ്റെ കഥ നാം കണ്ടതാണ് കഴിഞ്ഞ മാസങ്ങളിൽ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പരീക്ഷ എഴുതി. പപ്പായും മമ്മിയും അപകടത്തിൽ മരിച്ചു. ഒരുപാട് സ്നേഹം അവൾക്ക് ബന്ധുക്കൾ നൽകി. പക്ഷേ അവൾ ആത്മഹത്യ ചെയ്തു. എൻ്റെ പപ്പായും മമ്മിയും ഇല്ലാത്ത ലോകം എനിക്ക് വേണ്ട. അപ്പോൾ പിതൃ സാന്നിധ്യം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, മാതൃസാന്നിധ്യം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊന്നിനും അവരെ പൂർണ്ണത നൽകാൻ കഴിയുകയില്ല. ഇത് കുടുംബത്തിൽ മാത്രമല്ല, ഇത് ഇടവകളിൽ ഇങ്ങനെ തന്നെയല്ലേ? നല്ല അജപാലകൻ്റെ സാന്നിധ്യം ജനത്തിന് നിറവ്, തികവ്, സംതൃപ്തി, സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ അനുഭവം? നല്ല അച്ഛനെ കാണുമ്പോൾ ഹൃദയം കുളിർമയിൽ നിറയുകയല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ അച്ഛനിലൂടെ അനുഭവിക്കുമ്പോൾ ആത്മനിർവൃതിയുണ്ടാവുകയാണ്. ആ അച്ഛൻ ഭവനത്തിലൊന്ന് വന്ന് അവിടെ ഒന്ന് ആശീർവദിച്ച് ഒന്ന് തിരിച്ചു പോകുമ്പോൾ എന്തോ വലിയ സന്തോഷം, എന്തോ വലിയ തൃപ്തി, എന്തോ വലിയ കാര്യം ലഭിച്ച ആനന്ദം മനസ്സിൽ നിറയുകയാണ്, ഐശ്വര്യം നിറയുകയാണ്. ഇതുപോലെ തന്നെയാണ് നല്ല നേതാക്കന്മാരും. ആത്മാർത്ഥം നിറഞ്ഞ നേതൃത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ സമൂഹം സംരക്ഷിക്കപ്പെടും, അപകടങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ഇപ്പം ഇവിടെ ഏതിനിൽ എന്താണ് സംഭവിച്ചത്? പാപം എന്ന് പറഞ്ഞാൽ അകൽച്ച എന്ന് വേണമെങ്കിൽ പറയാം. അപ്പനിൽ നിന്ന് അകന്നു. അതിൻ്റെ ഫലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു. ഇതാണ് പാപം. ഇതായിരുന്നു പാപം. ഇത് തന്നെ ഇന്നും പാപം. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ മനുഷ്യൻ സഹോദരങ്ങളിൽ നിന്ന് അകലുന്നു. ഇവിടെ അകന്നിരിക്കുന്ന ഹവ്വായ്ക്കാണ് പ്രലോഭനമുണ്ടാകുന്നത്. അവർ ഒരുമിച്ചിരുന്നപ്പോൾ പ്രലോഭനമുണ്ടായില്ല. ഒരുമിച്ചിരിക്കുന്നിടത്ത് അവരെ തകർക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇരിക്കുകയും ആദത്തിന് സാന്നിധ്യമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ പ്രലോഭകൻ കടന്നു വന്നു. പ്രലോഭകൻ എന്താ പ്രലോഭിപ്പിച്ചത്? സ്നേഹിക്കുന്ന അപ്പനിൽ സംശയമുണർത്തുക, സ്നേഹിക്കുന്ന അപ്പനെക്കുറിച്ച് സംശയമുണർത്തുക. ഭംഗിയായിട്ട് പറഞ്ഞു പിടിപ്പിച്ചു. കൽപ്പന എന്തായിരുന്നു? നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഒറ്റ കൽപ്പന മാത്രം. എന്താ അതിൻ്റെ അർത്ഥം? നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡം മനുഷ്യ നീയല്ല, അത് ഞാനാണ്. ദൈവം അത് പ്രകടമായിട്ട് അന്നും ഇന്നും പറയുന്നു. നിന്റെ മൂല്യബോധമനുസരിച്ച് കാര്യങ്ങളെ വിധിക്കരുത്. ദൈവികമായ മൂല്യമനുസരിച്ച് വേണം വിധിക്കാൻ. അതുകൊണ്ട് നീ അത് ചെയ്യണം. ഇതാണ് ആ പഴം. തനിച്ചിരിക്കുന്ന അവസരത്തിൽ ഹവ്വായെ ഈ പ്രലോഭകൻ വന്ന് പ്രലോഭിപ്പിച്ചു, അസൂയയുളവാക്കി ദൈവത്തിൽ. ഈ പഴം പറിച്ച് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും, അതുകൊണ്ടാണ് തിന്നതെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. ഇന്നും നടക്കുന്ന കാര്യം. ആത്മീയ തലത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക, ആത്മീയ പിതാക്കന്മാരെക്കുറിച്ച് തെറ്റിദ്ധാരണ പകർത്തുക. എളുപ്പമുണ്ട്. ആളിനെ വഴി തെറ്റിക്കാനും വീഴിക്കാനും എളുപ്പമുണ്ട്. സംശയങ്ങൾ ഉണർത്തുക ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. മാധ്യമങ്ങളുടെയും പ്രത്യേക താല്പര്യം ഇതാണ്. സംശയങ്ങൾ ഉണർത്തുക. ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്നൊരു പദമാണ് ദുരൂഹത എന്ന് പറയുക. ഏതൊരു സംഭവത്തിലും ദുരൂഹത കൽപ്പിക്കുക. അപ്പോൾ മനുഷ്യന് സംശയമായി കഴിഞ്ഞിരിക്കുന്നു. ആരെ വേണമെങ്കിലും സംശയിക്കാം, ഏത് സംഭവം ഉണ്ടായാലും സംശയിക്കാം. ഇപ്രകാരം ഇത് പൈശാചികമായ പ്രവണതയാണെന്ന കാര്യം കൂടി നാം അനുസ്മരിക്കേണ്ടതാണ്. നന്മയിൽ തിന്മ ആരോപിക്കുക, ദൈവത്തിൽ പോലും ലൈംഗിക അരാജകത്വം ആരോപിക്കാൻ മടിയില്ലാത്ത സാഹിത്യ കൃതികളും സാഹിത്യകാരന്മാരും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ അസൂയ അത് ആരോപിച്ചു. അപ്പോൾ എന്തു ചെയ്തു? നേരാണ് എന്ന് വിചാരിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു. ഒന്നാം ഘട്ടമാണ്. അത് പുരുഷനെ ബാധിച്ചു, പുരുഷൻ അതോട് ചേർന്നു. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. സ്നേഹപിതാവിൻ്റെ കാലച്ച കേട്ടപ്പോൾ ഭയപ്പെട്ടു. നോക്കിക്കേ, എത്രയോ പ്രസക്തമായ കാര്യം എന്നും ഇന്നും നടക്കുന്ന. സ്നേഹിക്കുന്ന പിതാവ് കടന്നു വരുമ്പോൾ
അച്ചാച്ച എന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ ഓടിച്ചെന്നിരുന്ന കുട്ടി തെറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ അച്ചാച്ചൻ കടന്നു വരുന്നു, കഴിയുമ്പോൾ വീട്ടിനുള്ളിൽ മറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഒളിച്ചിരിക്കാൻ പറ്റുകയില്ല. ലജ്ജ കടന്നു വരികയാണ്. ആദം നീ എവിടെയെന്ന ചോദ്യം. നീ തിന്നരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്നു അല്ലേ? ഇത് പ്രതുരാത്മകമായ ഒരു ആവിഷ്കാരമാണ്. ആദത്തിന് മറുപടി, നീ എനിക്ക് കൂട്ടായി തന്ന ആ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. നോക്കാം ഓരോ പദവും. അവിടെ പഴിചാരലാണ്, മാപ്പ് പറയലല്ല. ഇന്നും നടക്കുന്ന കാര്യമല്ലേ? ഒരു തെറ്റ് ചെയ്തിട്ട് മനസ്തപിച്ചിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ മനുഷ്യനൊന്നും മടിയാ. എങ്കിൽ എത്രയോ നന്മ സമൂഹത്തിലുണ്ടായേനെ, എത്രയോ ക്ഷമ ഉണ്ടായേനെ. ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന നിലയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് പഴിചാരലുണ്ടാകുക, മറ്റുള്ളവരിലേക്ക് പഴിചാരുക. അതാരാണ്? നീ എനിക്ക് കൂട്ടായി തന്ന ആ സ്ത്രീ. നോക്കിക്കേ, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന് ഉദീരണം ചെയ്ത അതേ ഹൃദയത്തിൽ സ്നേഹം വറ്റിപ്പോയി. സ്നേഹം വറ്റിപ്പോയപ്പോൾ അത് അന്യ സ്ത്രീയായിട്ട് മാറി. ആ സ്ത്രീ, ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുക. ബന്ധത്തിൻ്റെ ശിഥിലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അന്യരായി തീർന്നു. അന്യരായിക്കഴിഞ്ഞാൽ പിന്നീട് സംശയങ്ങളായി, ആരോപണങ്ങളായി, വഴക്കായി, ബഹളമായി. വചനാടിസ്ഥിത കുടുംബം ഇതിൽ നിന്ന് തിരിച്ചു വരേണ്ടതാണ്. ദൈവം കടന്നു വരികയാണ്. ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്നു. നോക്കിക്കേ, ആ പോക്കിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ നില എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തുപോയി. അത് സ്വയം പുറത്തു പോയതാണ്. അപ്പനെ നിഷേധിച്ചു. അപ്പൻ സ്നേഹിച്ചാലും സ്നേഹമാണെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. അറിയാതെ ആ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇവിടെ ചിലപ്പോൾ ചില ക്ലാസ് സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദത്തിനും ഹവ്വായിക്കും 2 മക്കളുണ്ട്. അതിൽ ആബേൽ കൊല്ലപ്പെട്ടു കയൻ വഴിയായി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുക. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു. പ്രതിഫലനം മക്കളിൽ അസൂയ, വിദ്വേഷം, കൊലപാതകങ്ങളുടെ നിര തന്നെ അരങ്ങേറുന്നു. കാരണം അന്വേഷിച്ചു ചെന്നാൽ എത്തി നിൽക്കുന്നത് ദാമ്പത്യത്തിൽ തന്നെയായിരിക്കും. സ്നേഹം ലഭിക്കാത്ത മക്കൾ, സ്നേഹമറിയാത്ത മക്കൾ, അസൂയയുടെ മൂർത്തിമത്മായിരിക്കുന്ന മക്കൾ അവരറിയാതെ കൊലപാതകത്തിലേക്ക് നീങ്ങും. എത്രമാത്രം കൊലപാതകങ്ങളാണ്, ഏതെല്ലാം തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കും. ചോരക്കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്നുകളയുന്ന അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് വരും എന്ന് കരുതിക്കൊണ്ടാവാം ഒരുപക്ഷെ അതിന് കൊന്നുകളയാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അവിടെ ഏതോ ഒരു ദാമ്പത്യത്തിൻ്റെ പരാജയമല്ലേ നാം കാണുക. ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊന്നുകളയുന്ന ഭാര്യ, അപ്പനെ കൊല്ലുന്ന മകൻ, അമ്മയ്ക്ക് വിഷം കൊടുക്കുന്ന മക്കൾ. ഈ കൊലപാതകങ്ങളുടെ ആദ്യ സംഭവം ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ഗ്രന്ഥകാരൻ എടുത്തു കാണിക്കുകയാണ്. സ്നേഹം പറ്റിയിടത്താണ്, ദൈവത്തിൽ നകന്നിടത്താണ് ഈ വലിയ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കൊല ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിടത്ത് കരുണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൻ്റെ കുടുംബങ്ങളുടെ അവസ്ഥയെ വീണ്ടും പ്രാർത്ഥനയുടെ വിഷയമാക്കി വയ്ക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ അകൽച്ച വന്ന് ഭവിച്ചിരിക്കുന്നു. ഞങ്ങളത് തിരിച്ചറിയുന്നു. തെറ്റ് ഞങ്ങൾ അംഗീകരിച്ച് മാപ്പപേക്ഷിക്കുന്നു. പഴി ചാരുന്നില്ല. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും പുനരുദ്ധരിക്കാൻ, പടുത്തുയർത്താൻ ഈ ദൈവിക ആഭിമുഖ്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്ന് ഹൃദയം കൊണ്ട് നൊന്ത് മനസ്തപിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും, വ്യക്തിബന്ധങ്ങളുടെ എല്ലാ ശിഥിലീകരണവും പഴിചാരികൾ മാറ്റി നിർത്തിയിട്ട്
കുറ്റാരോപണങ്ങൾ മാറ്റി നിർത്തിയിട്ട് ആത്മശോധന ചെയ്ത് അവനവൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അത് ദൈവത്തിൽ നിന്ന് അകലുകയും അതിൻ്റെ ഫലമായി പരസ്പരം അകലുകയും ചെയ്തതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു തിരിച്ചുവരവനായി സന്നദ്ധനാകേണ്ടവരല്ലേ നമ്മൾ? അതല്ലേ ദൈവം ഇപ്പോൾ ആവശ്യപ്പെടുക? എന്നിലേക്ക് തിരിച്ചു വന്ന് സ്വസ്ഥനാവുക എന്ന് ഏശയ്യായിലൂടെ ദൈവം നമ്മോട് പറയുന്നു. നമുക്കതുകൊണ്ട് ആ വാക്ക് കേൾക്കാം. ദൈവമേ, നിന്റെ പക്കലേക്ക് മുടിയനായ പുത്രൻ്റെ വരതുപോലെ മനസ്തപിച്ച് ഹൃദയപൂർവ്വം ഞങ്ങൾ തിരിച്ചെത്തുന്നു. അപ്പ എന്ന് വിളിച്ചുകൊണ്ട്, ചാച്ച എന്ന് വിളിച്ചുകൊണ്ട്, സ്നേഹവത്സലനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ പക്കലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു. ഈ വരവിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളുമായി രമ്യപ്പെട്ട് ഒരുമയിൽ കഴിയാൻ ഞങ്ങൾക്ക് ഇടവരുത്തേണമേ എന്ന് നമുക്ക് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാം.